അങ്ങനെ ഇവിടുത്തെ മഴയെല്ലാം മാറി നല്ല വെയിലുള്ള ദിവസങ്ങളാണ് കേട്ടോ ഇനി വരുന്നത്. അപ്പോൾ ഇന്നും നല്ല വെയിലുള്ള നല്ല ക്ലൈമറ്റ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മളിന്നൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു സീ പാർക്കിലോട്ടാണ് പോകുന്നത്, ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ബസ്സിൽ ഇങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുമായിട്ട് സ്ട്രോളറിൽ വരുന്നവർക്കും ഇപ്പോൾ എന്തെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ വീൽ ചെയറൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക സ്പേസ് ആണ് കേട്ടോ അത്. അതേപോലെ ഈ ബസ്സിൽ വേസ്റ്റ് ബാസ്ക്കറ്റും ഉണ്ടായിരുന്നു. എല്ലാ ബസ്സിലും ഇത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ദേ സീ പാർക്കിലെത്തി. ഇവിടെ ദേ ഈ കാണുന്ന ഏരിയയിൽ സ്വിമ്മിങ് അലൗഡ് അല്ല. അതേപോലെ ഈ താറാവുകൾക്ക് നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുക്കാനും പാടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും കുറേ ലേക്കുകളും അതേപോലെ ഇങ്ങനെ കടലുകളൊക്കെ കാണാൻ പറ്റൂട്ടോ. അപ്പോൾ ഈ തടാകത്തിലായാലും ബീച്ചിലായാലും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് നമ്മൾ സ്വിമ്മിങ്ങിന് ഇറങ്ങാൻ പാടുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും സ്വിമ്മിങ് അറിയാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് മണ്ണപ്പം ചുട്ട് കളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ അവൾക്ക് വേണ്ടി കുറച്ച് ഗോപുരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് കുഴിച്ച് അവിടെ ഞാനൊരു വേറൊരു ജലസ്രോതസ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളിതേ കാലും കൈയൊക്കെ കഴുകി ഇനി വീട്ടിലോട്ട് പോകാനാണ് കേട്ടോ. സൺ കിസ് കൊള്ളാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ കിസ് വല്ലാണ്ട് കൂടിയപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി.